ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. ഇത് എടുത്തിട്ട് 2-3 ദിവസമായി. അപ്പം ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഈ ഗിഫ്റ്റ് അവിടെ എത്തിയിട്ട് വേണമല്ലോ ഇത് അപ്ലോഡ് ചെയ്യാൻ. ഈ ഗിഫ്റ്റിൻ്റെ കാര്യം കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണെങ്കിൽ കൂടെ പെട്ടെന്നായിരുന്നു ഇത് വാങ്ങിക്കൊണ്ടുവരലും പൊതിയലും അയക്കലും. കാരണം ഇത് കൊറിയർ അയച്ചത് നാട്ടിലെത്തണം. ഞാനിപ്പോൾ നാട്ടിലില്ലാത്തതിനെ കൊണ്ട് തന്നെ എനിക്ക് നേരിട്ട് ഇത് പോയി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കൊറിയർ അയച്ചിട്ട് എത്തണം. അപ്പോൾ ഇത് വേറെ ആർക്കും അല്ല, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഗൈസ് ഇവിടെ വീണ്ടും കറണ്ട് പോയി. അപ്പം നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ അകത്തെടുത്തേക്കാം. ടുഡേ നൈറ്റ് ഈസ് ഫുൾ വർക്കിംഗ് നൈറ്റ്. അതെ, എന്തിനീ പഠിക്കാനാണെന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഓർക്കാൻ വരുന്നില്ല. ദിസ് ഈസ് അവർ നെക്സ്റ്റ് ബോക്സ്. അപ്പം ഈ ബോക്സ് ആദ്യം കണ്ടിട്ടില്ല പ്രാണി. ഫസ്റ്റ് ഞാൻ കഷ്ടപ്പെട്ട് വളക്കിടാൻ വേണ്ടിയിട്ട് ബോക്സ് ഉണ്ടാക്കി. അപ്പാണ് ആദ്യം പറയുന്നത് വേറൊരു ബോക്സ് ഉണ്ടെന്ന്. നോ പ്രോബ്ലം, വി ഹാവ് സം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. ദിസ് വാസ് ജിംകി. എനിക്കിഷ്ടായി, രസമുണ്ട്. ടെമ്പിൾ വർക്ക് കൊണ്ടുവന്നോട്ടെ. 1 ഐലൈനർ, 1 നെയിൽ പോളിഷ് ദിസ് കളർ, 1 സിന്ദൂര ചെപ്പ് അതിന് വാങ്ങാൻ പറഞ്ഞത്. ശരി, സാധനം സിന്ദൂരായിപ്പോയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കല്യാണമൊക്കെ കഴിഞ്ഞാലേ ആഘോഷിക്കട്ടെ. നമ്മളിത് പാക്ക് ചെയ്യാൻ പറ്റും. This box is ready. We want to box is packing. അങ്ങനെ 2 box is ready. ഇത് ഞാൻ ഉണ്ടാക്കിയ ബോക്സ്, ഇത് ഒറിജിനുള്ള ബോക്സ്. ഈ പൊതി എനിക്ക് വലിയ ഇഷ്ടമായില്ല, കാരണം എനിക്ക് ഐഡിയ കിട്ടിയില്ല. പക്ഷേ പൊതി വാസ് നൈസ്. ചങ്കട അങ്ങനെ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പം അതിൻ്റെ അകത്ത് വെച്ചൊരു ഫ്രെയിം ഉണ്ട്. ഫ്രെയിമിൽ ഏച്ചിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ കൂടി ഏച്ചിയും അളിയനുമുള്ളൊരു ഫോട്ടോ ആണ് ഫ്രെയിം ചെയ്ത് കൊടുത്തത്. പിന്നെ ഒരു ടോപ്പ് ഉണ്ട്, പിന്നെ എന്താ പറയുക ചോക്ലേറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു കുഞ്ഞ് ഗിഫ്റ്റായിട്ട് ഞാനിത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് റൈറ്റ് ചെയ്തിട്ട് കുറച്ച് ലെറ്റർ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് എത്തുമ്പം എന്ത് സർപ്രൈസ് ആവോ ഉള്ളതെന്ന് എനിക്കറിയില്ല. ഇത് പ്ലാൻ ചെയ്ത് ദിവസം പോയത് അറിഞ്ഞിട്ടില്ല. കാരണം 14-നാണ് ബർത്ത്ഡേ. അതിൻ്റെ 4 ദിവസം മുന്നെയാണ് ഞാനത് കൊറിയർ അയക്കുന്നത്. കറക്റ്റ് ടൈമിൽ എത്തിയിട്ടില്ല. അത് ദിവസം ലേറ്റ് ആയിട്ടാണ് എത്തിയത്. എന്നാലും സർപ്രൈസ് ആയില്ലോ, ഞാൻ അങ്ങനെ സമാധാനിക്കുകയാണ്. സംഭവം സെറ്റായി. ഞാൻ ഗിഫ്റ്റ് പൊതിഞ്ഞ് ഇത് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് കൊറിയർ അയച്ചു. അപ്പം അത്രേ ഉള്ളൂ. ബൈ.